ഈ കടച്ചക്ക എങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം കടച്ചക്ക ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കാം. ഇനി കൈ നന്നായിട്ട് തുടച്ചതിന് ശേഷം കയ്യിലേക്ക് കുറച്ച് ഓയിൽ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഏതെങ്കിലും ഓയിൽ മതി, അത് നന്നായിട്ട് കയ്യിൽ മൊത്തം ഒന്ന് തടവി കൊടുക്കുക. ഏത് കത്തി കൊണ്ടാണ് നമ്മളിത് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കത്തിയിൽ ഒരല്പം ഓയിൽ തേച്ച് കൊടുക്കുക. ആദ്യം ചക്ക ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാം. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. 2 പീസാക്കുക. എന്നിട്ട് ഇതേപോലെ തൊലി ഇങ്ങനെ ചെത്തി മാറ്റിയെടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല രസമാണ്. ഒരല്പം പ്രാക്ടീസ് വേണം, അത്രയേ ഉള്ളൂ. ഈ നടുഭാഗം കൂടെ ഒന്ന് മുറിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതാവശ്യമില്ല, ഞെട്ടും കളയാം. ഈ ഞെട്ടും കുഞ്ഞും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങൾ എത്രത്തോളം വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് അരിഞ്ഞു വയ്ക്കാം. അരിയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പച്ച ചക്ക മുറിച്ചാൽ ഇതേപോലെ ചറവുണ്ടാവും, കറ. അത് ഒരു പേപ്പർ കൊണ്ടോ തുണിക്കഷ്ണം കൊണ്ടോ തുടച്ച് മാറ്റണം. എന്നിട്ട് ഇത് അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ചുറ്റിയെടുക്കാം. ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളയുക. ഈ കടച്ചക്ക മുറിച്ചിട്ട് ബാക്കി പകുതി പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെ കറ പിടിച്ച ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും കടച്ചക്ക എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചിട്ട് ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുകയാണ് പതിവ്. കടച്ചക്ക കൊണ്ട് ഒത്തിരി കറികൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മെഴുക്ക് പുരട്ടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. പിന്നീട് തീയൽ, പിന്നെ മസാലക്കറി, അതിനൊക്കെ കഷ്ണങ്ങൾ കുറച്ച് മതി. അപ്പോൾ ഇങ്ങനെ കടച്ചക്ക ഇങ്ങനെ അരിഞ്ഞ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേശ്ശെ എടുത്ത് തീയലോ മസാലക്കറികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എളുപ്പമാണ്. കഴിഞ്ഞു. വേണമെങ്കിൽ ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ട് കഴുകിയാലും മതി. ഇതിപ്പോൾ കടച്ചക്കയിൽ ഒരല്പം ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു മുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഇതും ഇത്രയും വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലിഡ് വെച്ച് മൂടി ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് വയ്ക്കും. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് എന്തോ ഇല്ലയോ എന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു പീസ് എടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.